ഹായ്, നമ്മുടെ കുട്ടിക്ക് വാക്സിൻ കൊടുത്ത ദിവസം രാത്രി മുഴുവൻ നിർത്താതെയുള്ള കരച്ചിൽ, അല്ലെങ്കിൽ തുടയിൽ വലിയൊരു തടിപ്പ്, വിട്ടുമാറാത്ത പനി, ഇതൊക്കെ കണ്ട് നിങ്ങൾക്കും വല്ലാത്ത ഭയവും ആശങ്കയും തോന്നിയിട്ടുണ്ടോ? ഇത് നോർമലാണോ? ഇത്രയും കഷ്ടപ്പെടുത്തി അടുത്ത വാക്സിൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബൈയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള UAE ആൻഡ് ഇന്ത്യ വാക്സിനേഷൻ ഷെഡ്യൂളും കുത്തിവയ്പ്പിന് ശേഷമുള്ള സൈഡ് എഫക്റ്റുകൾ എങ്ങനെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാമെന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായൊരു ഗൈഡാണ്. ഷെഡ്യൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കാം. പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ എന്തിനാണ് സൂചി വെച്ച് മരുന്ന് കയറ്റുന്നത്? നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ രോഗങ്ങളോട് പോരാടാൻ വലിയൊരു പട്ടാള ക്യാമ്പ്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയുണ്ട്. എന്നാൽ ഈ പട്ടാളക്കാർക്ക് പുതുതായി വരുന്ന വലിയ ശത്രുക്കളെ, അതായത് പോളിയോ, ഡിഫ്തീരിയ പോലെയുള്ള മാരക വൈറസുകളെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ലായിരിക്കാം. ഇവിടെയാണ് വാക്സിൻ ഒരു മോക്ക് ഡ്രിൽ ആയി വരുന്നത്. യഥാർത്ഥ രോഗാണുക്കളുടെ ശക്തി കുറച്ചതോ അല്ലെങ്കിൽ ജീവനില്ലാത്തതോ ആയ ഒരു രൂപമാണ് വാക്സിൻ. ഇത് ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ വിചാരിക്കും വലിയൊരു ശത്രുവെന്നെന്ന്. അവർ അതിനോട് പോരാടി എളുപ്പത്തിൽ ജയിക്കുകയും ചെയ്യും. ഏറ്റവും വലിയ മാജിക് അതല്ല, ഈ യുദ്ധം കഴിയുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ ഈ ശത്രുവിൻ്റെ മുഖം കൃത്യമായി ഓർമ്മിപ്പിച്ചു വെക്കും. വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥവും കരുത്തനുമായ ശത്രു കുഞ്ഞിനെ ആക്രമിക്കാൻ വന്നാൽ നമ്മുടെ പട്ടാളക്കാർക്ക് അതിനെ പെട്ടെന്ന് തിരിച്ചറിയാനും തുരത്താനും സാധിക്കും. ചുരുക്കത്തിൽ, യഥാർത്ഥ യുദ്ധത്തിന് മുമ്പ് കുട്ടികളുടെ ശരീരത്തിൽ നമ്മൾ നൽകുന്ന ഒരു ചീറ്റ് കോഡാണ് വാക്സിൻ. ഇനി എന്താണ് ഹെർഡ് ഇമ്മ്യൂണിറ്റി? ഇതൊരു വലിയ കുട പോലെയാണ്. നമ്മുടെ സമൂഹത്തിൽ ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ചികിത്സ തേടുന്ന പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾ എന്നിവർക്കൊന്നും വാക്സിൻ എടുക്കാൻ സാധിക്കില്ല. ഇവർക്കൊക്കെ എങ്ങനെ സുരക്ഷയൊരുക്കാം? സമൂഹത്തിലെ 90% ആളുകളും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ മാരക രോഗത്തിന് അവിടെ പടർന്നു പിടിക്കാൻ ഒരാളെപ്പോലും കിട്ടില്ല. അതോടെ ആ രോഗം അവിടെ വെച്ച് ഇല്ലാതാകും. നിങ്ങളുടെ കുഞ്ഞിന് വാക്സിൻ നൽകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, പ്രതിരോധശേഷി കുറഞ്ഞ മറ്റേതോ ഒരമ്മയുടെ കുഞ്ഞിനെ കൂടിയാണ്. ഇന്ത്യയിലെയും UAEയിലെയും വാക്സിനേഷൻ ഷെഡ്യൂളുകളിൽ കാലാവസ്ഥയും പ്രാദേശിക രോഗങ്ങളും അടിസ്ഥാനമാക്കി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അടിസ്ഥാന വാക്സിനുകളെല്ലാം ഒന്ന് തന്നെയാണ്. ജനിച്ച ഉടനെ BCG, ഹെപ്പറ്റൈറ്റിസ് B, ഓറൽ പോളിയോ. 6 ആഴ്ചയിൽ പെൻഡാവാലൻ്റ് ഓർ ഹെക്സാവാലൻ്റ് പോളിയോ, OPV, PCV ആൻഡ് റോട്ട വൈറസ്. 10ാമത്തെ ആഴ്ചയിൽ 1.5 മാസത്തിൽ നൽകിയ അതേ വാക്സിനുകളുടെ സെക്കൻഡ് ഡോസ്. ഇനി 14ാമത്തെ ആഴ്ച, അതായത് 3.5 മാസം, അതേ വാക്സിനുകളുടെ തേർഡ് ഡോസ് പ്ലസ് IPV, അതായത് കുത്തിവെക്കുന്ന പോളിയോ. ഇനി 6ാം മാസത്തിൽ ഹെപ്പറ്റൈറ്റിസ് B തേർഡ് ഡോസ് ആൻഡ് OPV. 9ാം മാസത്തിൽ MMR. UAEയിൽ ചില യാത്രാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് യെല്ലോ ഫീവർ കൂടി നൽകാറുണ്ട്. 12 മാസം, അതായത് 1 വയസ്സാവുമ്പോൾ PCV ബൂസ്റ്റർ, MMR സെക്കൻഡ് ഡോസ്. 15 മുതൽ 18 മാസത്തിനുള്ളിൽ DPT ബൂസ്റ്റർ, OPV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പ് A. 2ാം വയസ്സിൽ ടൈഫോയിഡ് UAEയിൽ സാധാരണയായി നൽകുന്നു. ഹെപ്പറ്റൈറ്റിസ് സെക്കൻഡ് ഡോസും. 4 മുതൽ 5 വയസ്സിൽ DPT ബൂസ്റ്റർ, OPV, MMR ബൂസ്റ്റർ. വാക്സിൻ എടുത്താൽ പനിയോ വേദനയോ വരുന്നത് സ്വാഭാവികമാണ്. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം? പനിയും അസ്വസ്ഥതയും വരുമ്പോൾ ഡോക്ടർ പറഞ്ഞ അളവിൽ മാത്രം പാരസെറ്റാമോൾ നൽകുക. ചെറിയ ചൂടുവെള്ളത്തിൽ തുണി മുക്കി ശരീരം തുളച്ചു കൊടുക്കുകയും ചെയ്യാം. ധാരാളം പാനീയങ്ങൾ അല്ലെങ്കിൽ മുലപ്പാൽ നൽകുന്ന പ്രായമാണെങ്കിൽ മുലപ്പാലും നൽകുക. രണ്ടാമതായി, തടിപ്പും ചുവപ്പും. ഒരിക്കലും കുത്തിവെച്ച ഭാഗത്ത് തിരുമ്മുകയോ മസാജ് ചെയ്യുകയോ അരുത്. ഐസ് ക്യൂബ് ഒരു വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് ആ ഭാഗത്ത് 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. കോൾഡ് കംപ്രസ് എന്ന് പറയും. അമിതമായി കരഞ്ഞാൽ കുട്ടിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. സുരക്ഷിതമായി ഒപ്പം കിടത്തി ഉറക്കുകയും ചെയ്യാം. ശാന്തമായ സെൻസറി ആക്ടിവിറ്റികളും നൽകാവുന്നതാണ്. ഇനി ഛർദിയും വയറിളക്കവും വന്നാൽ റോട്ട വൈറസ് വാക്സിന് ശേഷം ചിലരിൽ കാണാവുന്നതാണിത്. ഇടവിട്ട് കുറച്ചായി ORS നൽകുക. മുലപ്പാൽ നിർത്തുകയും ചെയ്യരുത്. അതുപോലെ ഡെവലപ്മെൻറ്റൽ ഡിലേ ആൻഡ് ഓട്ടിസം പോലെയുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റുകൾ അല്പം കൂടുതൽ തീവ്രമായും അനുഭവപ്പെട്ടേക്കാം. ആശുപത്രിയിലെ ലൈറ്റുകളും മണവും വേദനയുമെല്ലാം അവർക്ക് വലിയൊരു സെൻസറി ഓവർലോഡ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. കടുത്ത പനിയുള്ളപ്പോൾ അവരുടെ സംസാരശേഷിയിലോ മോട്ടോർ സ്കിൽസിലോ താൽക്കാലികമായ ഒരു പിന്നോക്കാവസ്ഥയും നമുക്ക് കാണാവുന്നതാണ്.
കുട്ടി പെട്ടെന്ന് സൈലൻ്റ് ആകും. പനി മാറുമ്പോൾ അത് ശരിയാകുമെങ്കിലും ഇവർക്ക് എക്സ്ട്രാ മോണിറ്ററിങ് ആവശ്യമാണ്. അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ വാക്സിൻ എടുത്താൽ ഓട്ടിസം വരുമെന്നതൊക്കെ തികച്ചും അശാസ്ത്രീയമാണ്. ലോകാരോഗ്യ സംഘടന ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞതുമാണ്. വാക്സിൻ കൊടുത്താൽ പോരെ, പിന്നെന്തിനാ ശരീരത്തിലേക്ക് ബൂസ്റ്റർ കൊടുക്കുന്നത്? ശരീരത്തിന് ഓർമ്മ പുതുക്കാനാണ് ഈ ബൂസ്റ്ററുകൾ നൽകുന്നത്. വാക്സിൻ ഷെഡ്യൂൾ പൂർത്തിയാക്കേണ്ടത് നിർബന്ധവുമാണ്. ഇന്ത്യയിലെയും UAEയിലെയും വാക്സിനേഷൻ വിവരങ്ങൾ അടങ്ങിയതും അവരുടെ സൈഡ് എഫക്റ്റുകൾ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്രീ പ്രിൻ്റബിൾ UAE+ ഇന്ത്യ വാക്സിനേഷൻ ഷെഡ്യൂൾ ആൻഡ് സൈഡ് എഫക്റ്റ് ട്രാക്കർ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വൈകാതെ ആഡ് ചെയ്യുന്നതാണ്. ഒരു ചെറിയ പനിയിൽ തളരാതെ മാരകമായ രോഗങ്ങൾക്കെതിരായി നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധത്തിൻ്റെ വലിയൊരു കവചം തന്നെ നമുക്ക് തീർക്കേണ്ടതുണ്ട്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.